തള്ളേന്റെടാ അമ്മ ജോലിക്ക് പോയല്ലേ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇത്ര നേരമായിട്ട് വന്നില്ലേ? വാർത്ത ശരിയാക്കി കൊടുക്കാം കേട്ടോ. എന്താ അല്ലേ ഇന്ന് വലിച്ചു കയറ്റിട്ടാണല്ലോ വന്നേ. ആര് വലിച്ചു കയറ്റി? ഞാൻ ഒന്നും വലിച്ചു കയറ്റില്ല. നിന്റെ തള്ളേന്ന് വിളിച്ചാൽ മതി. എവിടെ പോയി കിടക്കുക? എടുക്കുന്നില്ല. എതിലേ പോയി? എവിടെ പോയി കിടക്കുക? എടുക്കുന്നില്ല. രാജ്യം വിട്ടു പോയോ? ഹലോ, അതേലോ. ആ മോനെ, എടാ അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റിയെന്ന്. ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ വിളിച്ചേ. ഒരു ഓപ്പറേഷൻ ഉണ്ട്, 10,000 രൂപ കെട്ടിവെക്കണമെന്ന്. എൻ്റെ ദൈവമേ, എൻ്റെ ഒരു പൈസയില്ല. ഞാൻ ഇവിടെ നിന്ന് ആരോട് ചോദിക്കും? ഞാൻ ചോദിച്ച പുള്ളി ഉണ്ടെങ്കിലും തരികയല്ല. ഞാൻ ചോദിച്ചു നോക്കാം. നീ അമ്മയുടെ അഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. വർക്കി ചേട്ടാ, വൈഫ് ഒരു ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലാന്ന് പറഞ്ഞ് ഡോക്ടർ വിളിച്ചായിരുന്നേ. കുറച്ച് പൈസ ഉണ്ടോ? 10,000 രൂപ വേണം. ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടെന്നാ പറഞ്ഞു. വർക്കി ചേട്ടൻ ഒന്ന് മറിക്കാൻ തരാമോ? നീ കഴിഞ്ഞ ആഴ്ചയിലല്ലേ എന്നോട് കുറച്ച് കാശ് മേടിച്ച് ആൾക്കാർ അപകടം പറ്റിയെന്ന് പറഞ്ഞു. അത് തരാതെ ഇനി ഞാൻ കാശ് തരില്ല. നീ പല അഭ്യാസം പറയും. കള്ളുടിക്കാനാണെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിലില്ല, ഞാൻ തരില്ല. ഹലോ, അമ്മേ, ഞാൻ പാട് പറഞ്ഞേക്കാം. കിട്ടിയോ? ഇല്ലടാ, അപ്പായി ചോദിച്ചാൽ ഉണ്ടെങ്കിലും പുള്ളി തരികയല്ല. പുള്ളിക്ക് പഴയ വേറെ പൈസ കൊടുക്കാനുണ്ട്. എന്നാ ചെയ്യുന്ന അപ്പായിക്ക്? അപ്പാടെ മുടിഞ്ഞ കള്ളോടി വരണം. അതുകൊണ്ടാ ആരും ചോദിക്കും പൈസ തരാത്ത. എനിക്കറിയാടാ, അപ്പായിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. അവൻ പോയിപ്പോൾ അമ്മയുടെ അഡ്രസ്സ് എടുത്തോണ്ട് പോ കേട്ടോ. ഇല്ല, ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പായി വിഷമിക്കണ്ട. അമ്മേനെ ഇച്ചിരി മുമ്പ് വിളിച്ചായിരുന്നു. ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള പൈസ ജോലി സ്ഥലത്ത് നിന്ന് അവര് കൊടുത്തായിരുന്നു. മോൻ പേടിക്കണ്ട, നീ ഒരിക്കലും അപ്പായി കുടിക്കില്ല കേട്ടോ. അപ്പായി ഇപ്പൊ പോകുമ്പോഴേ അമ്മയ്ക്ക് 1 കിലോ ആപ്പിൾ മേടിച്ചിട്ട് നോക്കും. ഓക്കെ.